നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ എനർജി ട്രാൻസിഷൻ ജേണിയിലെ ഒരു നിർണായക ഭാഗത്തെ കുറിച്ചാണ്. എത്തനോൾ ബ്ലെൻഡിംഗ് ഓഫ് പെട്രോൾ. സോ വാട്ട് ഈസ് എത്തനോൾ ആൻഡ് എത്തനോൾ ബ്ലെൻഡിംഗ് ഓഫ് പെട്രോൾ? എത്തനോൾ എന്ന് വെച്ചാൽ കരിപ്പ്, ചോളം, അതേമാതിരി മറ്റു ബയോമാസ് സ്രോതസ്സുകളിൽ നിന്ന് നിർമ്മിച്ചു വരുന്ന ഒരു റിന്യൂവബിൾ ബയോഫ്യൂവൽ ആണ്. എത്തനോൾ ബ്ലെൻഡിംഗ് ഓഫ് പെട്രോൾ എന്ന് വെച്ചാലോ, ഫോർ എക്സാമ്പിൾ E10 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ E10 പെട്രോൾ മേടിക്കുന്ന സമയത്ത് അതിൽ 10% എത്തനോളും ബാക്കി 90% പെട്രോളും ആയിരിക്കും. അഥവാ ഒരു ഗീവൺ എമൗണ്ട് ഓഫ് പെട്രോളിൽ ഒരു ഇത്ര ശതമാനം നമ്മൾ എത്തനോള് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്ന് വിളിക്കുന്നത്. സോ എന്തിനാണ് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ് നടത്തുന്നത്? നമുക്കിതിനെ പല ആംഗിളിൽ നിന്ന് നോക്കാം. ഫസ്റ്റ്ലി എക്കണോമിക് പെർസ്പെക്റ്റീവ്. ഇന്ത്യ ഉപയോഗിക്കുന്ന 80% ക്രൂഡ് ഓയിലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഈ ഒരു പെട്രോൾ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. ലൈക്ക് 2014-18 കാലഘട്ടം മുതൽ നമ്മൾ ഇതുവരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 1.5 ലക്ഷം കോടിയുടെ അടുത്തോളം രൂപ നമ്മൾ ഈ ഒരു എത്തനോൾ ബ്ലെൻഡിങ്ങിലൂടെ, ഈ ഒരു പെട്രോൾ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ ലാഭിച്ചിട്ടുണ്ട്. സെക്കൻഡ്ലി എൻവിറോൺമെന്റൽ ഇമ്പാക്ട്സ്. എൻവിറോൺമെന്റൽ പെർസ്പെക്റ്റീവില് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ് പെട്രോൾ നോക്കുന്ന സമയത്ത് ഇതൊരു മേജർ വിന്ന. അതിന്റെ കാരണം എത്തനോൾ പെട്രോളിനേക്കാൾ ശുദ്ധമായതുകൊണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഡൽഹി, മുംബൈ അതേപോലെ സിറ്റീസിലൊക്കെ ഹ്യൂജ് ഇംപ്ലിക്കേഷൻ ഉള്ള ഒരു ഫീച്ചേഴ്സ് ആണ്. സ്റ്റഡീസ് ഷോ ദാറ്റ് നോർമൽ പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന വണ്ടിയെക്കാളും 30 മുതൽ 50% വരെ കുറവ് കാർബൺ മോണോക്സൈഡ് എമിഷൻസ് ആണ് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന വെഹിക്കിൾസ് പുറപ്പെടുവിപ്പിക്കുന്നത്. സോ ഈവൻ ദോ അതിന് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന് കുറച്ച് ഇഷ്യൂസും ഉണ്ട്. നമുക്ക് അതും കൂടി ചർച്ച ചെയ്യാം. സോ ഒന്നാമത്തെ പ്രോബ്ലം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഷുഗർ കെയിനിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ എത്തനോൾ ഉണ്ടാക്കുന്നത് അല്ലെ. 1 ടൺ ഓഫ് ഷുഗർ കെയിൻ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അറൌണ്ട് 60 to 70 ടൺ ഓഫ് വാട്ടർ അവിടെ റിക്വയർഡ് ആയിട്ട് വേണം. പക്ഷെ ഇന്ത്യയിലെ മേജർ ഷുഗർ കെയിൻ ഗ്രോയിങ് ഏരിയാസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര വാട്ടർ അവൈലബിലിറ്റി ഇല്ല, അത്ര റെയിൻഫോൾ അവർക്ക് ലഭിക്കുന്നില്ല. ഇത് എന്തിലോട്ട് നയിക്കും? അമിതമായി കുഴൽ കിണറുകളിലോട്ടൊക്കെ ഡിപ്പെൻഡൻസ് കൂട്ടും. അതുവഴി ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ കൂടുകയും അവരുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. പിന്നെ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇറിഗേഷൻ പ്രാക്ടീസസിലോട്ടും ഇത് നീങ്ങും. ഇതുവഴി ഒരു വാട്ടർ സ്കേർസിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് അധികമാണ്. രണ്ടാമത്തെ പ്രോബ്ലം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾസിന്റെ എഞ്ചിൻ E10 പെട്രോളിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആണ്. അഥവാ E10 പെട്രോൾ എന്ന് പറഞ്ഞാൽ അതിൽ 10% എത്തനോളും ബാക്കി 90% നോർമൽ പെട്രോളും. പക്ഷെ നമ്മൾ ഹയർ ബ്ലെൻഡ്സിലോട്ട് പോകുന്ന സമയത്ത് ലൈക്ക് E20, E30 നമ്മൾ പോകുന്ന സമയത്ത് ഹയർ എഞ്ചിൻ മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. അത് മാത്രമല്ലാതെ പല മോട്ടോർ വെഹിക്കിൾ കമ്പനീസും പറയുന്നത് ബ്ലെൻഡഡ് പെട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. എത്തനോൾ ഒരു കൊറോസീവ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എഞ്ചിന്റെ പല കോമ്പോണൻസിനും ഇത് ഡാമേജ് വരുത്താൻ ചാൻസ് ഉണ്ടെന്നുമാണ്. പിന്നെ അറൌണ്ട് ഒരു 1.5 ലക്ഷം കോടിയായിട്ട് എടുത്ത് അവര് ഈ ഒരു ബ്ലെൻഡിങ്ങിലൂടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും വെറും 2% പെട്രോൾ പ്രൈസ് ഡിക്രീസ് ആണ് പബ്ലിക് ഏരിയയിലൂടെ എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല പബ്ലിക് ഒപ്പീനിയൻ ശരിക്കും പറഞ്ഞാൽ ഈ എത്തനോൾ ബ്ലെൻഡിങ്ങിന് എഗെയിൻസ്റ്റ് ആണ്. അറൌണ്ട് 315 ഡിസ്ട്രിക്ട്സിൽ ഒരു 36,000 ആൾക്കാരുടെ ഇടയിൽ അവർ സർവേ നടത്തിയപ്പോൾ വെറും 12% ആൾക്കാർ മാത്രമാണ് ഈ എത്തനോൾ ബ്ലെൻഡിങ്ങിനെ അനുകൂലിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എക്സീഡ്സ് ഇറ്റ്സ് നെഗറ്റീവ്സ്. ഗവൺമെന്റ് ഈ നെഗറ്റീവ്സിനും കൂടി കുറച്ച് ശ്രദ്ധ കൊടുത്താൽ എത്തനോൾ ബ്ലെൻഡിങ് വിൽ ബി വൈഡ്ലി ആക്സെപ്റ്റബിൾ. എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ പോളിസിയേക്കാൾ എനർജി, എൻവിറോൺമെന്റ്, എക്കണോമി, ജിയോ പൊളിറ്റിക്സ് അങ്ങനെ പല മേഖലയെ തുടർന്ന ഒരു മൾട്ടി ഡയമെൻഷണൽ സ്ട്രാറ്റജി കൂടിയാണ്. ഇന്ത്യയുടെ എത്തനോൾ യാത്ര ആത്മനിർഭർ ഭാരത് എനർജി സെക്യൂരിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ചും കൂടി ക്ലീനറും ഗ്രീനറുമായിട്ടൊരു ഭാവിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ്.